ചേട്ടാ വരുന്നു. 5 മണിയുടെ ബോട്ട് പോയി. ഇന്നെന്താ നേരത്തെ ആണോ? നേരത്തെ ഒന്നും പോവില്ല. കിടന്നു പറഞ്ഞില്ല. ഇന്നലെ എപ്പോഴാ ഉറങ്ങാൻ കിടന്നേ? ലാസ്റ്റ് ബോട്ട് പോകുമ്പോഴും ലൈറ്റ് കണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് എപ്പോഴാണ് കിടന്നത്? ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയിരുന്നില്ലേ? ഇതൊരുമാതിരി എക്സാമിന്റെ തലേദിവസത്തെ പ്രിപ്പറേഷൻ പോലെയാണല്ലോ. പരീക്ഷയൊക്കെ കഷ്ടമാണ്. ഇന്റർവ്യൂ എക്സാമിന് ഇന്നതിനൊക്കെ പഠിച്ചാൽ മതി എന്നൊരു കണക്കൂട്ടിലെങ്കിലും ഉണ്ടാവും. ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ആ രാക്ഷസന്മാർക്ക് എന്ത് വേണമെങ്കിൽ എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാമല്ലോ. മോന്റെ പേര് വായിച്ചിട്ടും മതിയാവുന്നില്ലാന്ന് തോന്നുന്നു. ഇന്നാ വിശ്വത്തിന് ഇന്റർവ്യൂ അല്ലേ? അതിന് ചേച്ചിക്ക് എന്തിനാ വിഷമം? ഇത്തവണ അവന് കിട്ടും. കിട്ടട്ടെ ഭഗവാനെ. ഇത് എത്രാമത്തെ ഇന്റർവ്യൂവാ, എത്രാമത്തെ മുഴുക്കാപ്പാ. ഇന്റർവ്യൂവിന്റെ എണ്ണം ഇങ്ങനെ കൂടും തോറും എന്റെ കുഞ്ഞിന് മനസ്സുമടുപ്പും കൂടുക. കിട്ടാനുള്ള സമയമാവുമ്പോ കിട്ടും, അത്രേ ഉള്ളൂ. എന്നായാലും എന്തേലും ഒന്ന് കിട്ടാതിരിക്കുവോ? വിശ്വം മിടുക്കനാ ചേച്ചി. ഈശ്വര വിശ്വാസമുണ്ട്. നല്ലത് ഏതാണ്ട് കിട്ടാനിരിക്കുന്നു. അതിന്റെ താമസം. ഈശ്വര. സുമംഗലി, വീട്ടിൽ കറവേണ്ടല്ലോ? ഉണ്ട്. ക്രാവ് പെണ്ണല്ലേ? അയ്യോ പിന്നെ. നീ ഒരു കാര്യം ചെയ്യണം. 8:30 ബോട്ടിനാ അവർ പോകുന്നത്. ഒരു ഓട്ടുമന്ത എടുത്ത് വൃത്തിയായിട്ട് തേച്ച് മഴക്കി ആദ്യം കറക്കുന്ന പാല്. മനസ്സിലായി. ശകുനം വരാനല്ലയോ? അതെ. ചേച്ചി പൊയ്ക്കോ, അത് വന്നോളും. പാല് ശകുനത്തിന് വിശേഷമാ. അതും പശുക്കിടാവിനെ പെറ്റ് 90 തികഞ്ഞതിന് മുമ്പുള്ള തള്ളയുടെ പാല്. നിന്റെ വീട്ടിൽ പശു പറ്റുമെന്ന് കേട്ടപ്പോഴേ ഞാൻ മനസ്സിൽ കണ്ടതാ. ഇനി അവനൊരു ഇന്റർവ്യൂവിന് പോകുമ്പോ ഒന്ന് ശകുനോട്ട് നോക്കണമെന്ന്. ഈ ഇച്ചയുടെ ഒരു തല, വല്ലാത്ത ബുദ്ധി തന്നെ എന്റെ അമ്മോ. ഭഗവാനെ. പ്രസൻസ് ഓഫ് മൈൻഡ് നഷ്ടപ്പെടരുത്. ഇന്റർവ്യൂവിന് ഏറ്റവും പ്രധാനം അതാണ്. അറിയാൻ പാടില്ലാത്ത ചോദ്യങ്ങൾ വന്നാൽ അറിയാൻ പാടില്ലെന്ന് ബോൾഡായിട്ടങ്ങ് പറഞ്ഞേക്കണം. നിനക്കെല്ലാം അറിയാമടാ. എല്ലാം അറിയാന്നുള്ള ധൈര്യത്തിൽ പോയാൽ ഒരു കുഴപ്പമില്ല. നിന്റെ കുഴപ്പം ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പ് ചെല്ലുമ്പോൾ വിരലാൻ തുടങ്ങും. പിന്നെ അവർ ചോദിക്കുന്നതിനെല്ലാം ബബ്ബ എന്ന് പറഞ്ഞിടന്നടിക്കും. ഈ കഴിഞ്ഞ ഇന്റർവ്യൂവിനെല്ലാം അതാ സംഭവിച്ചിരിക്കുന്നത്. ചുണയും തൻ്റെ ഇടം ഇല്ലെങ്കിൽ പിന്നെ എന്തറിഞ്ഞിട്ട് എന്ത് കാര്യം? എടാ, ഈ ആത്മവിശ്വാസം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സക്സസ്ഫുൾ ആയിട്ടുള്ള ആരുടെ എവിടാ ഇനിയുണ്ട് 3/4 മണിക്കൂർ. അതിന് 1/2 മണിക്കൂർ ജെട്ടി എത്താൻ. പിന്നെ വഴിക്കാരനോടൊക്കെ വർത്താനം പറഞ്ഞേക്കാൻ എത്ര മണിക്കൂർ? അതൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. പഠിപ്പിക്കുകയല്ല, 8:30 ബോട്ടിൽ പോയാലേ ആലപ്പുഴയിൽ നിന്നുള്ള കണക്ഷൻ ബസ് കിട്ടുള്ളൂ. അതുകൊണ്ടാ. അവനെ സമയത്തിന് ഇന്റർവ്യൂവിന് എത്തിക്കുന്ന കാര്യത്തിലേ നിന്നെക്കാൾ ചുമതല എനിക്കുണ്ട്. പിന്നെ ക്ഷേത്ര ഭരണ സമിതിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പലർക്കും പലതിനോട് പറയാനുണ്ടാവും. അത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനുമാണ്. ഈശ്വര. എന്താ ടീച്ചറെ, രണ്ടുപേരും കൂടി പറഞ്ഞുറപ്പിച്ചിട്ടൊന്ന് ശകുനം പോലെ ഉണ്ടല്ലോ. മുന്ത കാലിയാണോ അതോ അതിനകത്ത് വല്ലതുണ്ടോ? ഞാൻ നോക്കിയാട്ടെ. ഞാനൊരു കളി പറഞ്ഞില്ല അതിന്. പിന്നല്ലാതെ കേട്ടാ തോന്നും. വിശ്വത്തിനൊരു ജോലി കിട്ടണമെന്നുള്ള പ്രാർത്ഥന അവിടെ ഉള്ളവർക്കുള്ളതുപോലെ എനിക്കുണ്ട്. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? ഒരു തമാശ പറഞ്ഞു വെച്ച്. പിന്നെ ഇങ്ങനല്ലോ തമാശ പറയുന്നത്. ചേടാ, ഇത് സംഗതി കുഴച്ചില്ലായല്ലോ. ചേട്ടന്റെ എഴുത്തുണ്ടായിരുന്നു. ഈ മാസവും വരുന്നില്ല. ഇവനെന്താ ഇങ്ങനെ? കത്ത് വന്നപ്പോ മുതല് മോൾ അവിടെ കിടന്ന് പടവലിയാ. അച്ഛൻ ഇപ്പം വരൂ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി നിൽക്കായിരുന്നു പുള്ളിക്കാരത്തി. ഈ പട്ടാളക്കാരുടെയും ദുബായ്ക്കാരുടെയും. ഓ ശരിയപ്പോ. അച്ഛൻ ഹെഡ് മാസ്റ്റർ ആയിരിക്കുമ്പോ അപ്പോയിന്റ് ചെയ്തതില് ഇപ്പോഴൊരു ആത്മാർത്ഥതയുള്ളത് ഇവക്ക് മാത്രമാണ്.
എന്നാ പോയേച്ചു വാ. ഓ കാശൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടേ? ഉണ്ട്. ഒരു വഴിക്ക് പോകുന്നതല്ലേ, ഇതാ ഇതുകൂടി വെച്ചോ. ബാഗിൽ സ്ഥലമുണ്ടല്ലോ. വരുമ്പോഴേ ഒരു കുപ്പി ബ്രാൻഡി കൂടി വാങ്ങിച്ചു. മാക്ഡോവല് കിട്ടിയില്ലേ ഹണി ബി? എന്നാ കയറിക്കോ. നിൽക്കേണ്ടി വന്നാലേ അവിടെ ഹോട്ടലിലെങ്ങാനും തങ്ങും. ഏതായാലും വേഷമൊക്കെ മാറാൻ മുറി വേണ്ടി വരുമല്ലോ. നിന്നിട്ട് കാര്യമുണ്ടെങ്കിൽ നിന്നാൽ മതി കേട്ടോ. ആ ഇന്റർവ്യൂവിന് പോവുകയാണെന്ന് തോന്നുന്നു. അതെ. പ്രൈവറ്റോ പി എസ് സി? പ്രൈവറ്റ്. ആ എന്നാ പിന്നെ ഒരു ഹോപ്പുണ്ട്. ഗ്രാജുവേറ്റോ പോസ്റ്റ് ഗ്രാജുവേറ്റോ? പോസ്റ്റ് ഗ്രാജുവേറ്റ്, M.Com, ഹൈ സെക്കൻഡ് ക്ലാസ്. എന്താ ജോലി തരാൻ പാവുണ്ടോ? അല്ല, ഞാനിതിലൂടെ പോയതാ, ഇവരൊന്നും ഒത്തുകണ്ടില്ല. ആണോ? എന്നാ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ഒക്കണമെന്നുണ്ട്. ഉത്സവത്തിന് പോവല്ല, കളിയും വർത്താനം പറഞ്ഞ് യാത്ര ചെയ്യാൻ. ഇത് കണക്കിന് എല്ലാരും പറഞ്ഞു വിളിച്ച് വരുമ്പോഴത്തേക്ക് സന്ധ്യ വന്ന കോളാണല്ലോ. ഏയ്, ഇതിപ്പോ തുടക്കത്തിന്റെ ഒരു ചൂടല്ലേ. ആമ്പിള്ളേരുടെ കാര്യത്തിൽ അങ്ങനെ വലുതായിട്ട് സമയം എടുക്കുന്നില്ല. അങ്ങനെയാ ഇപ്പൊ കാണുന്നത്. അല്ല, ഇതുവരെ കണ്ടത് വെച്ച് പറയുമ്പോ പെമ്പിള്ളേരിൽ തന്നെ കാണാൻ ലേശം കൊള്ളാവുന്ന കക്ഷികളാ കുഴപ്പക്കാര്. പുറത്തു വെയിറ്റ് ചെയ്യാം. ശരി. ഡേവിഡ് പി ആന്റണി. ദേ, ഞാൻ മടങ്ങി വരുന്നത് വരെ അധികം കളിയും വർത്താനൊന്നും വേണ്ട. ഈ ഹാള് മൊത്തമായിട്ട് ക്ലോസ് സർക്യൂട്ട് TV വെച്ച് പിടിക്കുന്നുണ്ട് ഉള്ളില്. പറഞ്ഞേക്കാം. ആ എടാ ജോർജി, ഇവന്മാരൊരു വാട്ടർ കൂളർ പോലും വെച്ചിട്ടില്ലോടാ. ഇത്തിരി വെള്ളം കുടിക്കാൻ തയ്ച്ചിട്ട്. പുറത്തെങ്ങാനും കാണും, പോയി കുടിച്ചിട്ട് വാ. മൂത്രം ഒഴിക്കണമെന്ന് തോന്നുന്നു. ഹായ്, പോയി കാര്യം കഴിച്ചിട്ട് വാടാ. ഇതെന്തായത് നീ? ഇതിനിടെ വിളിക്കത്തില്ലല്ലോ. ഇല്ലെന്നേ. ഞാനിപ്പോ വരാം. ആ എക്സ്ക്യൂസ് മീ. അല്ല, ഇവിടെ ടോയ്ലറ്റ്? ടോയ്ലറ്റോ? ആ, ഒന്ന് മൂത്രം ഒഴിക്കാൻ. താഴെ പോണം. താഴത്തെ നിലയില് വരാന്തയുടെ ഇടത്തെ അറ്റത്തുണ്ട്. അല്ല, ഒന്ന് പോയിട്ട് വരാലോ അല്ലേ? അല്ലാതെ ഞാനാണോ തീരുമാനിക്കണ്ടേ? അതല്ല, ഇതിനിടയ്ക്ക് വിളി വരികയില്ലോ എന്ന്. കാൻഡിഡേറ്റ് ആണോ? അതെ. പേര്? വിശ്വനാഥൻ. ഇനീഷ്യൽ? കെ വിശ്വനാഥ പിള്ള. അലക്സാണ്ടർ അരവിന്ദാഷൻ, അമ്മിണി മാത്യു, അപ്പുക്കുട്ടൻ നായർ, ബിശ്വാസ് മേനോൻ. ബിശ്വാസ് മേനോനോ? ബിശ്വാസേ, നമുക്കും വല്ല വിശ്വനാഥ പിള്ളാന്ന് ഇട്ടാ പോരായിരുന്നോ? ബിയും വി എന്ന് പറയുമ്പോ വഴി ഒരുപാട്. അതെ അതെ. ദിവാകർ, ദീനാമോൾ, ഡേവിഡ് പി ആന്റണി, ഡി ഡി ABCDEFGHIJKLMNOPQRSTU വി വിശ്വനാഥ പിള്ള. അതെ. ആ, സമയമുണ്ട്, പോയിട്ട് വരാം. താങ്ക് യു. ഇത്തിരി വെള്ളം കുടിക്കാൻ ഇല്ല? അത് നിർബന്ധമില്ല. ഇത്രയും തന്നെ ഞാൻ സമ്മതിച്ചത് മറ്റേ സ്പിരിറ്റ് ഉള്ളതുകൊണ്ടാ. ഏതാ? ആ പേരിന്റെ അവസാനം ഒരു വാല് കിടപ്പില്ലയോ? എന്തോന്നാ? ആ ഒരു സ്പിരിറ്റ് ഭാസ്കരണ്ണന് സ്വല്പം കൂടുതലാ. അതിപ്പോ ആര് കുറ്റം പറഞ്ഞാലും അങ്ങനെയാ. ആദ്യം ബാത്റൂമിൽ പോ. അവിടെ മറ്റതിനും സൗകര്യമുണ്ട്. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് റോഡിന്റെ ഓപ്പോസിറ്റ് സ്വല്പം ഇടത്തോട്ട് ചെന്ന ഹോട്ടലുണ്ട്. ഹോട്ടൽ ബൽസ. ബൽസ.
നേരെ എതിരെ ഒരു ചപ്പിട്ട സ്ഥലമുണ്ട്, ഒരു ദരിദ്രവാസിയുടെ, അവിടെ കയറണ്ട. ഇല്ല. പോയി അവിടെ ബൽസായി ചെന്ന് എന്താ വേണ്ടെന്ന് വെച്ചാ ചായയോ പലഹാരോ എന്താന്ന് വെച്ചാ അത് കഴിച്ചു വാ. താങ്ക് യു. സമാധാനായിട്ട് പോയിട്ട് വാ. വിളിപ്പിക്കുന്നതൊക്കെ ഞാനല്ലയോ വിളിക്കുന്നേ. പോയിട്ട് വാ. ഓ. ചെല്ലേ. ഇങ്ങോട്ടിരിക്കാം. ഒരു ചായ. ചായ മാത്രം മതി. സംഗതി അവൻ തന്നെയാണ്. അതേടാ, നമ്മളെ കണ്ടോ? കണ്ട ലക്ഷണമില്ല. പക്ഷെ ഇങ്ങോട്ടൊന്ന് നോക്കി മനസ്സിലായ കോളില്ല. പറയാനൊക്കില്ല. അകത്തോട്ട് മാറിയിരുന്നപ്പോ എനിക്കൊരു സംശയം. നിന്ന നിപ്പി മുങ്ങുന്നവനാ റാസ്കൽ. നമ്മളെ കണ്ടെങ്കിൽ ഇതിനോടൊക്കെ അവൻ സ്ഥലം വിട്ട് കാണും. അതെങ്ങനെയാണ് അങ്ങോട്ട് കയറും? നമ്മൾ കണ്ടതല്ലേ, പിന്നെ ഇങ്ങനെ ഭിത്തി തുളച്ചിട്ട് പുറത്തേക്ക് പോകും. ഇവനാകുമ്പോ പറയാനൊക്കില്ല, അതും കരുതണം. നീ ഇവിടെ ഇരി, വിളിക്കുമ്പോ വന്നാ മതി.